വിസിറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ അഭിനയിച്ചിട്ടുണ്ടാവും. എന്തോ അത് നമുക്ക് സിനിമ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അറിഞ്ഞുകൂടാ, അത് എന്താണെന്ന് അറിഞ്ഞുകൂടല്ലോ. നമുക്ക് രാജുവിനായതുകൊണ്ട് രാജുവിന്റെ സ്വഭാവം അറിയാലോ. അപ്പൊ നമുക്ക് രാജു എന്തെങ്കിലുമൊക്കെ ഒരു കുറെ സസ്പെൻസുകൾ അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പം അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. നോക്കാം, സിനിമ എന്തായാലും വരട്ടെ. ഒരു ഗംഭീര സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് അറിയാലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഒരു ലെവലും റേഞ്ചും ഒക്കെ അറിയാം. അപ്പൊ കുറേ സസ്പെൻസുകൾ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് അതിൽ. എനിക്ക് എത്ര ക്യാരക്ടർ പോസ്റ്റേഴ്സ് വന്നാലും നിങ്ങളെ വീണ്ടും ത്രില്ലടിപ്പിക്കുന്ന കുറേയധികം കാര്യങ്ങൾ ആ സിനിമയിൽ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ അറിവ്. അപ്പൊ എന്തായാലും സിനിമയ്ക്ക് വേണ്ടി നിങ്ങളെപ്പോലെ തന്നെ ഞാൻ വെയിറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. ലൂസിഫറിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. ലൂസിഫറിന്റെ സെറ്റ് വന്നിട്ടുള്ളതാണ്, പക്ഷെ എമ്പുരാന്റെ സെറ്റിലേക്ക് പോകാൻ സാധിച്ചിരുന്നു. അതിൽ എങ്ങനെ ഉണ്ടായിരുന്നു രണ്ട് തമ്മിലുള്ള വ്യത്യാസം? രണ്ടും തമ്മിൽ എന്തായാലും വ്യത്യാസം ഉണ്ടാവും. അലോഷി എന്ന എമ്പുരാന്റെ സെറ്റ് പോയിട്ടുണ്ടായിരുന്നോ? അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എമ്പുരാന്റെ സെറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? വിസിറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നോ എന്നാണ് ചോദ്യം. ഇല്ലല്ലോ, അത് അങ്ങനെ നമുക്ക് വെറുതെ പോയി വിസിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് അതുപോലുള്ള വളരെ ആരെയും ആവശ്യമില്ലാത്ത ആരെയും കയറ്റാതൊക്കെ വളരെ സീക്രട്ട് ആയിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പൊ അങ്ങനെ വിസിറ്റ് ചെയ്തോന്ന് ഞാൻ വിസിറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ അഭിനയിച്ചിട്ടുണ്ടാവും. അറിഞ്ഞുകൂടെ എന്താ സംഭവിച്ചിട്ടുണ്ട്? അല്ല, ഈ ചോദ്യം ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്യാരക്ടർ റിവീൽ ചെയ്യാൻ രാജേട്ടൻ എന്തോ വരും, ചിലപ്പോൾ ഉണ്ടാവാന്ന്. നോ എന്ന് പറയുന്നില്ല, നോ എന്ന് പറയുന്നില്ല, എസ് എന്ന് പറയുന്നില്ല. പക്ഷെ എന്നിട്ട് മിഡിലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ പ്രേക്ഷകർ കൂടുതലായിട്ട് എക്സൈറ്റഡ് വെയിറ്റ് ചെയ്യും, അലോഷി വീണ്ടും വരുമോ, അതാണ്. അപ്പൊ വീണ്ടും വരുമോ എന്നുള്ളതാണ്. അതാണ് നോ എസ് എന്ന് പറയാത്തത് കൊണ്ടാണ് ഇങ്ങനെ. അതാണ് എനിക്കും പറയാൻ പറ്റാത്തത്. രാജു പറയാത്ത നോ യൂസ് എനിക്ക് പറയാൻ പറ്റുമോ? അപ്പൊ അത്രയുള്ളൂ. നോക്കാം, ഞാൻ പ്രാർത്ഥിക്കുന്നു.